ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രെറ്റി ടോക്സ്. കല്യാണം കഴിഞ്ഞ ശേഷം അത്യാവശ്യം ട്രോളുകളിലൂടെയും പരിഹാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു യൂട്യൂബറാണ് ഗ്ലാമി ഗംഗ എന്ന യൂട്യൂബ് ചാനലിലെ ഗംഗ. വിവാഹശേഷമുള്ള ഗംഗയുടെ ഓവർ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഗംഗയെ ഇഷ്ടപ്പെട്ടിരുന്നവർ തന്നെ ഗംഗയെ ഇപ്പോൾ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചു പോയ ഗംഗയുടെയും അമ്മയുടെയും അനിയത്തിയുടെയും ദുരിത ജീവിതകഥ ഗംഗ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഗംഗ ചെയ്യുന്ന ബ്യൂട്ടി പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളോ അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന മേക്കപ്പ് വീഡിയോകളോ അല്ല ഗംഗയെ സോഷ്യൽ മീഡിയയിൽ പ്രിയങ്കരിയാക്കിയത്. മറിച്ച് അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകളോടുള്ള ആളുകളുടെ സഹതാപം കൂടിയാണെന്നുള്ളത് നിസ്സംശയം പറയാം. അവരുടെ ഹാർഡ് വർക്കിനെ ഒട്ടും കുറച്ച് കാണുന്നതല്ല. പക്ഷെ ഗ്ലാമി ഗംഗ ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചൊരു കുട്ടിയാണെന്നുള്ള ഒരു പരിഗണന അവരുടെ ഉയർച്ചയ്ക്ക് പിന്നിലുണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ഇച്ചാപ്പിയെയും സുതിമോളെയും ഒക്കെ പോലെ തന്നെ ആരാധകർ സ്നേഹിച്ചു വിജയിപ്പിച്ചതാണ് ഗ്ലാമി ഗംഗയെയും. അതുവരെ നോർമൽ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഗംഗയുടെ വീഡിയോകൾ അപ്പു, അതായത് ഗംഗയുടെ ഭർത്താവാകാൻ പോകുന്ന പയ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മുതൽ അരോചകമായി തുടങ്ങി. അതിന്റെ പ്രധാന കാരണവും ഗംഗയുടെ ഓവർ കാട്ടിക്കൂട്ടലുകളാണ്. കല്യാണം ഉറപ്പിച്ച പെൺകുട്ടികൾക്ക് സ്വതവേ ഒരു നാണക്കൂടുതലൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇതൊരുമാതിരി ആരൊക്കെയോ കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന നാണ അഭിനയങ്ങളും ഓവർ പ്രഹസനങ്ങളുമാണിപ്പോ ഗംഗയുടെ വീഡിയോയിൽ മുഴുവനും. ഗംഗയുടെ ഭർത്താവിനാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു അഭിപ്രായവും ഇല്ലാത്തതുപോലെയാണ് ഗംഗയുടെ ഇപ്പോഴത്തെ വീഡിയോകളിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇല്ലേ പൊന്നെ, അല്ലേ പൊന്നെ എന്ന് വിളിച്ച് അപ്പു എന്തെങ്കിലും പറയാൻ വന്നാൽ കൂടി ഗംഗ അതിനിടയിൽ കയറി പറഞ്ഞ് ഗംഗയുടെ ഡോമിനൻസി തെളിയിക്കും. ഗംഗയും അപ്പുവും വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് അവരുടെ ചാനലിലൂടെ റിവീൽ ചെയ്തപ്പോഴ് അപ്പുവിന്റെ കുഞ്ഞിന്റെ ഫോട്ടോസ് എല്ലാം, അതായത് അപ്പുവിന് ആദ്യ വിവാഹത്തിൽ ജനിച്ച കുഞ്ഞിന്റെ ഫോട്ടോസ് എല്ലാം അവർ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ചതിന്റെ കാരണം വലിയ അഭിമാനത്തോടെ പറയുന്നത് കേട്ടിരുന്നു. അപ്പുവിന്റെ കുഞ്ഞിനെ ട്രോളന്മാർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കാൻ താല്പര്യമില്ല, കുഞ്ഞിനെ പിച്ച് ചീന്താൻ ഇട്ടുകൊടുക്കുന്നില്ല എന്നൊക്കെയായിരുന്നു അവരതിന് പറഞ്ഞ റീസൺ. വളരെ നല്ല കാര്യം. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിൽ അമിതമായി വരുത്തുന്നതിലോട്ടൊന്നും എനിക്കും എന്നെ പോലെ പലർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. അവരുടെ ആ തീരുമാനത്തോട് 100% യോജിക്കുന്നു. പക്ഷേ ട്രോളന്മാർക്ക് ഇട്ടുകൊടുത്തില്ലെങ്കിലും ഇപ്പോ ഗംഗ അവരുടെ വീഡിയോകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ ആ കുഞ്ഞിനോടുള്ള ദ്രോഹം തന്നെയാണ്. ഗംഗ പറയുന്നത് കേട്ടു, ആരുമില്ലാത്തവന്റെ എല്ലാമായി മാറുന്നതാണ് ഇഷ്ടമെന്ന്. അപ്പു എന്ന് പറയുന്ന വ്യക്തി ആരുമില്ലാത്തവനല്ല. അയാൾക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും മറ്റു കുടുംബ ബന്ധങ്ങളും ഒക്കെയുണ്ട്. എല്ലാവരുമുള്ള ഒരുത്തനെ അയാളുടെ ആദ്യ ബന്ധം പിരിഞ്ഞെന്ന് കരുതി ആ സെന്റിമെന്റ്സിൽ പിടിച്ച് ആരുമില്ലാത്തവൻ, നീ എന്റെ മാത്രം സ്വന്തം, ഞാൻ നിനക്ക് മാത്രം സ്വന്തം എന്നൊക്കെ പറഞ്ഞ് അയാളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ക്രൂരതയാണ്. വിവാഹശേഷമുള്ള ഗംഗയുടെ പല വീഡിയോസിലും ഗംഗയുടെ ആ ഒരു സ്വഭാവം വളരെ വ്യക്തമായി പ്രകടമാവുന്നുണ്ട്. ആദ്യ വിവാഹം പരാജയപ്പെട്ടെന്ന് കരുതി അയാൾ എങ്ങനെയാ ആരുമില്ലാത്തവനാകുന്നത്? അങ്ങനെ പറഞ്ഞ് വരുത്തി തീർത്ത് അച്ഛനും അമ്മയും ഉൾപ്പെടെ ഒരു കുടുംബമുള്ള അയാളെ ഗംഗയുടെ സൗകര്യാർത്ഥം ഗംഗയുടേത് മാത്രമാക്കി തീർക്കാതിരുന്നാൽ മതി. അതുപോലെ തന്നെയാണ് അപ്പുവിന്റെ മോളുടെ കാര്യവും. കൂടെയില്ലെങ്കിലും ആ മോൾ ഉള്ളിടത്തോളം കാലം അപ്പു ആരുമില്ലാത്തവനുമല്ല. ഇനി ഗംഗയുടെ ഇപ്പോഴത്തെ വീഡിയോകളിൽ ഗംഗ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ആ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല എന്നും യാതൊരു ഉറപ്പുമില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ നിങ്ങൾ ഇട്ടൊരു വീഡിയോ ഇല്ലേ, ആ വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങൾ അഭിനയിക്കുന്നതാണെന്ന് നിങ്ങൾക്കും അറിയാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ബോധമില്ലെങ്കിലും അത് കാണുന്ന ഞങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും നിങ്ങളത് അഭിനയിക്കുകയാണെന്ന്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കണമെങ്കിൽ ആയിക്കോളൂ, അല്ലാതെ ദാ നോക്കൂ ഞങ്ങൾ ഇതാ സ്നേഹിക്കുകയാണേ, നിങ്ങളൊക്കെ കണ്ടോളൂ എന്ന രീതിക്ക് മനഃപൂർവ്വം ഇടുന്ന വീഡിയോകൾ ഈ പറയുന്ന അപ്പുവിന്റെ മുൻ ഭാര്യയെയും കുഞ്ഞിനെയും കൂടി കാണിക്കാൻ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകൾ ആണെന്ന് കാണുന്നവർ കരുതിയാലും അവരെ തെറ്റു പറയാനൊക്കില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യതയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് അഭിനയിച്ച് പണത്തിന് വേണ്ടി വിൽക്കുമ്പോൾ ആ വീഡിയോകൾ അപ്പുവിന്റെ കുഞ്ഞിനെയും ബാധിച്ചേക്കാം. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഫോൺ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ അച്ഛന്റെ ഹണിമൂൺ വീഡിയോയും ഫസ്റ്റ് നൈറ്റ് വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ എന്ന് മറ്റു കുട്ടികളും ഒരുപക്ഷെ അപ്പുവിന്റെ കുട്ടിയോട് പറഞ്ഞേക്കാം. ഒരു കുഞ്ഞു മനസ്സിനെ നോവിക്കാനും അച്ഛനെന്ന അപ്പുവിനെ വെറുക്കാനുമെല്ലാം ഇപ്പോൾ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായ വീഡിയോകൾ കാരണമായേക്കാം. നിങ്ങൾ സ്നേഹിക്കേണ്ടെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് അഭിനയിച്ച് സ്നേഹിച്ച് ആ സ്നേഹം വിറ്റ് കാശാക്കുമ്പോൾ ഒന്നോർക്കണം, എവിടെയോ ഇരുന്ന് ഒരു കൊച്ചുകുട്ടി അതൊക്കെ കാണുന്നുണ്ടെന്ന്. അവളുടെ അച്ഛൻ കൂടെയില്ല എന്നതിന്റെ സങ്കടം തീർച്ചയായും ആ കുട്ടിക്കുണ്ടാവും. അച്ഛന്റെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയ, അല്ലെങ്കിൽ അച്ഛന്റെ ക്രൂരതകൾ സഹിക്കേണ്ടി വന്ന ഗംഗയ്ക്ക് തീർച്ചയായും ആ പെൺകുട്ടിയുടെ മനസ്സും കാണാൻ പറ്റും. ഈ ലോകത്ത് ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ചെറിയ പെൺകുട്ടിക്ക് അവളുടെ സ്വന്തം അച്ഛനും അമ്മയും തന്നെയായിരിക്കും വലുത്. സ്വകാര്യ നിമിഷങ്ങൾ സ്വകാര്യമായി ആസ്വദിക്കുന്നതിന് പകരം ഞങ്ങൾ സ്നേഹിക്കുകയാണെന്ന് ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി ക്യാമറയും ഓണാക്കി വെച്ച് നിങ്ങൾ അഭിനയിക്കുന്നത് ഒരു കുഞ്ഞിന്റെ മനസ്സിനെയും വലിയ രീതിയിൽ ബാധിക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആ കുഞ്ഞിനെ ട്രോളാൻ ഇട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ആത്മാർത്ഥമായ തീരുമാനമാണെങ്കിൽ, അല്ലെങ്കിൽ ആ കുഞ്ഞിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പുറത്താണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളും അല്പം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും.
അപ്പൊ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.